യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി കൈവിട്ടുപോയതിന്റെ നിരാശയിലാണ് അബിൻ വർക്കി. എന്തുകൊണ്ടും അർഹമായ പദവി ആയിരുന്നിട്ട് കൂടി അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. അബിന് വേണ്ടി മുണ്ടുമുറുക്കി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ഐ ഗ്രൂപ്പുകാർ ഇറങ്ങിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. KC വേണുഗോപാലിന്റെ അനുഗ്രഹാശിസുകളോടെ OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തെത്തി. സംസ്ഥാനത്തെ കോൺഗ്രസിനെ ആകെ പിടിച്ചുകുലുക്കിയ പ്രഖ്യാപനമായിരുന്നു അത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ചിന്തയിൽ വലിയ തുറന്നു പറച്ചിലുകൾക്ക് നിൽക്കാതെ മൗനം പാലിക്കുകയാണ് നേതാക്കന്മാർ. എന്നാൽ ഈ വിഷയത്തിലെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് MLA ചാണ്ടിയുമ്മൻ. അബിൻ വർക്കി കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട നേതാവായിരുന്നു എന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത്. അങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കപ്പെടേണ്ട നേതാവല്ലെന്ന് പറഞ്ഞ ചാണ്ടിയുമ്മൻ അബിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അത് സ്വാഭാവികമാണെന്ന് കൂടി കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം. ആ വീഡിയോ കാണാം. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും. അല്ല, സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ്. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ, ഇപ്പോൾ നമ്മളൊരു യുദ്ധമുന്നണി നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ. അപ്പോൾ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യം നാച്ചുറൽ ജസ്റ്റിസ് എന്താ? നാച്ചുറൽ ജസ്റ്റിസിൻ്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കണ്ടേക്കാം. അതിപ്പോൾ വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ? ഇപ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും, എല്ലാവരും ആ രീതി എത്തുമോ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു. പാർട്ടിക്കറിയാം അതിൻ്റെ സാഹചര്യം എന്താണെന്ന്. ഇപ്പോൾ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അബിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്നറിയാം. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അതിൻ്റെ സാഹചര്യം ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയട്ടെ. എന്തോ അതൊന്നും ഞാൻ കരുതുന്നു. അങ്ങനെയൊന്നും ഇതിനകത്ത് മതവും ജാതിയും ഒന്നും കലർത്താൻ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പാർട്ടിയുടേതായ തീരുമാനങ്ങൾ കാണും. അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത്. അദ്ദേഹം പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ്. ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ്. എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തകനാണ്. പ്രവർത്തന മേഖലയിൽ മുൻപിട്ട് നിന്ന ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ആക്കിയതിൽ തെറ്റില്ല.